അങ്ങനെ നമ്മളിന്ന് ഞായറാഴ്ചത്തെ സൺഡേ വർക്ക് പോവാണ്. ലിപ്ചുതാത്ത് ഗ്രൗണ്ടിലെത്തി. അങ്ങനെ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നത്. വണ്ടിയെല്ലാം മാറ്റിയാണ് പാർക്ക് ചെയ്യുന്നിരിക്കുന്നത്. കച്ചേരിയിട്ടിരിക്കുന്ന വണ്ടി നേരെ ഇതാ കാണുന്നത് എൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ വണ്ടിയിലെത്തി. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ദുബൈയിലിപ്പോൾ ചൂടൊക്കെ തുടങ്ങി. ഏകദേശം സ്റ്റാർട്ടിങ് ടൈമാണ് ചൂട്. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. മെയിൻ റോഡിലുള്ള പോക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. അങ്ങനെ നേരെ പോയപ്പോൾ നേരെ പെട്രോൾ തീരാറായി എന്തായാലും. അപ്പോൾ നേരെ പോവുക. വലിയ റോഡിലോട്ട് ഇറങ്ങാൻ 313 ഇറങ്ങാനുള്ള പോക്കാണ്. നേരെ പോയി ആ കാണുന്നത് നല്ല തിരക്കുണ്ട് റോഡ് കാണുമ്പോൾ. ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കാണ്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, നാളെ മുതൽ എന്തായാലും നല്ല തിരക്കായിരിക്കും റോഡൊക്കെ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴൊരു കാഴ്ചയുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോവുക. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് പോകുമ്പോഴാണ് നമ്മുടെ സൈറ്റ്. നേരെ പോയി ഏകദേശം നമ്മുടെ മിർദിഫിൻ്റെ സൈഡായിട്ട് വരും കേട്ടോ. ഇവിടെ നേരെ ഈ റോഡിൻ്റെ എൻഡിൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ സൈറ്റ്. എത്തി കേട്ടോ. സൈറ്റിലെത്തിയപ്പോഴാണ് അനന്ത് പറയുന്നത് നമ്മൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നേരെ കച്ചേരി പോയി. ഇതാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന സൈറ്റ് കേട്ടോ. ഹോട്ടൽ വർക്കാണ്, ക്ലീനിങ്. അങ്ങനെ നേരെ കച്ചേരിയിലെത്തി ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ അത് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഇൻഡിഗോ ഫ്ലൈറ്റ് ഇങ്ങനെ പോവുക. അപ്പോൾ അനന്ത് വിളിച്ചു നേരെ പോവുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ അനന്തവും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അനന്ത് പറഞ്ഞ് ഓൾറെഡി വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ നമ്മുടെ അനന്തും ഉണ്ട്, ശരത്തുണ്ട്, പിന്നെ ഒരുപാട് ഉണ്ട്. എല്ലാവരുടെയും പേര് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നോക്കുകയാണ് എന്താണ് വീഡിയോയ്ക്ക് എടുക്കുന്നുണ്ട്. അനന്തൂന് നാണം വരിക. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ സോനാപൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് കേട്ടോ. ഇവിടെ യു ടേൺ അടിക്കാൻ പാടില്ല. അപ്പോൾ വളച്ച് വരികയാണ്. വളച്ച് വന്നപ്പോൾ ഇതൊക്കെ വളയ്ക്കാൻ കിടക്കുന്ന വണ്ടിയാണ്. നമ്മളിവിടെ നേരെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടെയൊക്കെ പാർക്കിങ്ങൊക്കെ ഫുള്ളാട്ടോ. അങ്ങനെ നമ്മൾ ക്യാമ്പിലെത്തി. എല്ലാവരും ഇറങ്ങി. അനന്ത് ചോദിക്കുകയാണ് എന്താ സംഭവം, കുറേ നേരമായല്ലോ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് നേരെ ചായ കുടിച്ചു. ഇന്നത്തെ